രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം പിന്നെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഇപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ DCC അധ്യക്ഷൻ കാരണം കാണിക്കലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നു, കോൺഗ്രസിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ് പ്രസിഡന്റ്? ഇല്ലില്ല, കോൺഗ്രസ് പാർട്ടി ഏറ്റവും ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. എറണാകുളത്ത് ഞാനുള്ളപ്പോഴാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് നിയമസഭ സമ്മേളിക്കുമ്പോൾ തന്നെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അദ്ദേഹം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമല്ല, സീറ്റ് അദ്ദേഹത്തിന് മാറ്റിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനോ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കലോ ഒരിക്കലും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഒരു കാര്യം കൂടിയാ കൂട്ടിച്ചേർത്തു. ശബരിമല കൊള്ളക്കേസിൽ, കവർച്ചക്കേസിൽ, ഗൂഢാലോചന കേസിൽ, വഞ്ചന കേസിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT അന്വേഷിച്ച് അതിൽ പ്രതികളാണ് എന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന, ജാമ്യാപേക്ഷ പലതവണ തള്ളി ജയിലിൽ തുടരുന്ന റിമാൻഡ് പ്രതികളായിട്ടുള്ള CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി ഒരു ചെറുവിരൽ പോലും, പാർട്ടി അച്ചടക്കത്തിൻ്റെ ഒരു ചെറിയ നടപടി പോലും സ്വീകരിക്കാതെ അവരെ പാർട്ടി സംരക്ഷിച്ച് നിർത്തുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഈ ആരോപണ വിധേയനായ വ്യക്തിയെ, MLA ആണ് ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അല്ലെ, കോൺഗ്രസ് പാർട്ടി ഇത്ര ശക്തമായ നടപടിയെടുത്ത കാര്യം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാഥ വി കുഞ്ഞമ്മ അറിഞ്ഞില്ലേ? അവരറിയേണ്ടതാണ്. അതുകൊണ്ടാണ് അവിടെ DCC പ്രസിഡന്റ് അവരോട് അവരുടെ നിലപാടിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ വിശദീകരണം ചോദിച്ചത്. അവർ പരസ്യമായിട്ടാണല്ലോ രംഗത്ത് വന്നിരിക്കുന്നത്, അതിജീവിതനൊപ്പമാണ്. അതാണ് വിശദീകരണം ചോദിച്ചത്. അവരുടെ വിശദീകരണം കേൾക്കട്ടെ. ജില്ലാതലത്തിലാണ് അതിൻ്റെ വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. KPCC പ്രസിഡന്റിന് മാത്രം വ്യക്തമായി ഒരു വ്യക്തത വരുത്താൻ കഴിയുന്ന, വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയെ UDF-ലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന വാർത്ത വന്നിരുന്നു. ശരിയാണോ തെറ്റാണോ? ഞാനറിയില്ല. ഞാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആരുമായിട്ടും അവരോട് ആരെങ്കിലും ഇത് അറിയുന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സംഭാഷണം നടന്നതായിട്ട് എനിക്കറിയില്ല. ഞാനും മാധ്യമങ്ങളിൽ നിന്നാണ്, പത്രത്തിൽ നിന്നാണ് വായിച്ചത്. ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരും കൂടെ ആലോചിക്കേണ്ടതാണ്, ഞങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, അടച്ചിട്ടില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. വാതിൽ തുറന്നു തന്നെ. ജോസ് കെ മാണിക്ക് സ്വാഗതം. അത് UDF-ന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കാനാണ്, ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് ഇലക്ഷനിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങൾ നടത്തി. ആ ബെൽറ്റിലൊക്കെ ഞങ്ങൾ ജയിച്ചു വന്നു. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി UDF-ന് ശക്തമായിട്ടുള്ള വിജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചു. ജനകീയ അടിത്തറ വികസിപ്പിച്ചു. ഇനിയും കൂടുതൽ ആളുകൾ വരുന്നു, ഇനിയും കൂടുതൽ ആളുകൾ വരും. പാർട്ടികൾക്കും ചിന്തിക്കാം. അല്ല, ജോസ് കെ മാണി വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട തടസ്സം ഈ പാലാ സീറ്റിന്റെ കാര്യത്തിലാണ്. പാലാ സീറ്റിൽ മാണി സി കാപ്പൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലല്ലോ. പനുനയ നീക്കങ്ങളൊക്കെ ലീഗിനെ അതിൻ്റെ ഒരു ഘട്ടം വരുമ്പം അതൊക്കെ ചർച്ച ചെയ്തിട്ട് പരിഹാര മാർഗങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന വിഷയങ്ങളെ ഉണ്ടാവും. ഈ ജോസ് കെ മാണി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം എന്തായാലും പ്രസിഡന്റ് ശ്രദ്ധിച്ചു കാണുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇപ്പോൾ LDF വിടുന്നതിന് ഒരു കാരണമില്ല, പക്ഷേ UDF-ലേക്ക് വരാതിരിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. കാരണം UDF ഞങ്ങളെ പുറത്താക്കിയതാണെന്ന്. ആ കാര്യത്തിൽ ഒരു പശ്ചാത്താപം ഉണ്ടോ? അല്ല, അവരാലോചിക്കട്ടെ. ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നിടത്തോളം നാളെ അവരുടെ ഹൈ പവർ കമ്മിറ്റി കൂടുകയാണ്. അതെ, ഇതുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, വാട്ട് അവർ നെയിം ഇറ്റ് മേ ബി ഗിവൺ. അപ്പോൾ അവരാലോചിക്കട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനഹിതം എന്താണ്, ജനവിധി എന്താണ്, പരിശോധിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള അവർ രാഷ്ട്രീയ തീരുമാനം അവരിൽ എടുക്കണ്ടേ. അതായത് ജയസാധ്യത നിൽക്കുന്ന ഈ ഘട്ടത്തിൽ UDF-ലേക്ക് വരികയല്ലേ ബുദ്ധി എന്നല്ലേ പ്രസിഡന്റ് പറഞ്ഞതിന്റെ അർത്ഥം? അത് അവർ തീരുമാനിക്കട്ടെ, അവരാലോചിക്കട്ടെ. അല്ല, ജയപരാജയങ്ങൾ നോക്കി നിലപാടെടുക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടേതെന്ന് ജോസ് കെ മാണി പറഞ്ഞല്ലോ. അവർക്ക് അവരുടേതായ നിലപാട് സ്വീകരിക്കാം, സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. ഈ ജോസ് കെ മാണിയുടെ ഇന്നലത്തെ അഭിപ്രായ പ്രകടനങ്ങളിൽ ഒരു വ്യക്തതയുണ്ടോ അതോ ഇല്ലേ? മാധ്യമങ്ങൾ പറഞ്ഞത് അതിൽ അവ്യക്തതയുണ്ടെന്ന്. അല്ല, KPCC പ്രസിഡന്റിനെ പോലെ ഇത്ര ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരാൾക്ക് അതിൽ വ്യക്തത ഉണ്ടായോ? ഇത് വിലയിരുത്താം, നമുക്ക് കാണട്ടെ. അതായത് UDF-ന് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ. ഇല്ലില്ല, മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 16
ഒരു ക്രൂഷ്യൽ ഡേ ആണ് അവരെ സംബന്ധിച്ച്. ലെറ്റ് ദം ഡിസൈഡ്. അതിനു മുമ്പ് എന്തെങ്കിലും നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടോ? ഇപ്പോൾ അവരെ സംബന്ധിച്ച് ധാരാളം കൺസേൺസ് ഉണ്ടല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ. അവരാലോചിക്കട്ടെ. അങ്ങനെ നെഗോഷിയേഷൻസ് ഏതളവ് വരെ UDF ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം? അതൊക്കെ എൻ്റെ സമയത്ത് ആലോചിക്കും. പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ടി വരും. ചർച്ച ചെയ്തിട്ടേ ഇല്ല. പ്രസിഡന്റ് ചോദ്യത്തിന് മുമ്പ് തന്നെ ഉത്തരം പറയാം. സമയം കളയണ്ട. അല്ല, ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അല്ലല്ല, ഞാൻ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അവർ വളരെ ആകാംക്ഷയോടുകൂടിയായിരിക്കും. അങ്ങനെയുണ്ട് ചില ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഈ ചോദ്യകർത്താവിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കിയിട്ട് ആൻസർ അങ്ങ് പറഞ്ഞേക്കാണെങ്കിൽ. പക്ഷേ വെരി റെലവന്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഈ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ചോദ്യകർത്താവിനും മറ്റ് ദുഷ്ടചിന്തകളൊന്നുമില്ല. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലായത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ഇങ്ങോട്ടേക്കുള്ള വരവിൽ KPCC പ്രസിഡന്റിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അതൃപ്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വേണ്ടാന്നൊരു നിലപാടോ ഇല്ല. ഒന്നുമില്ല. പാർട്ടിക്കോ കൂട്ടായിട്ടുള്ള തീരുമാനമുള്ളൂ. അതിനെന്താണ് പ്രസിഡന്റ് ഒരു തടസ്സം ഇപ്പോൾ മുന്നണിക്കകത്ത്? ഞാൻ ചോദിക്കുന്നത് UDF ഞങ്ങളിപ്പോൾ വേറൊരു മുന്നണിക്കകത്ത് നിൽക്കുന്ന കക്ഷി അവരാ തീരുമാനിക്കേണ്ടത്. അവരുടെ നിലപാട് ശരിയാണോ? LDFന്റെ നിലപാട് ശരിയാണോ? പാളിച്ചുണ്ടോ ശബരിമല ഉൾപ്പെടെ? സർക്കാരിനെതിരെയുള്ളൊരു വിധിയെഴുത്താണോ? CPI പറഞ്ഞിട്ടുണ്ട്. CPMന്റെ തന്നെ ജില്ലാ ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. LDFന്റെ ആദ്യത്തെ യോഗത്തിൽ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യാൻ പോലും LDFന് സാധിച്ചിരുന്നില്ലല്ലോ. ഇത് സർക്കാർ വിരുദ്ധ ജനവിധി അല്ല എന്ന് വാദിക്കാനല്ലേ അവർ ശ്രമിച്ചത്. അതൊക്കെ വിലയിരുത്തട്ടെ. അല്ല, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചതെല്ലാം ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KM മാണിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഭൂമി അനുവദിച്ചതടക്കം എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരാൻ ഒരു രാഷ്ട്രീയ കാരണം വേണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ വ്യക്തിഗത താല്പര്യങ്ങളോ സ്ഥാനമാനങ്ങളോ മാത്രമാണെങ്കിൽ അങ്ങനെ പരിമിതപ്പെടുത്താം. അതല്ല, കേരളത്തിൻ്റെ നന്മയ്ക്ക് ജനങ്ങളുടെ മനസ്സനുസരിച്ച് അവർക്ക് ആലോചിക്കാം. അതുകൂടി പരിഗണിച്ച് അവർക്ക് ആലോചിക്കാം. ഈ മാണി സി കാപ്പനെ മാത്രം അനുനയിപ്പിച്ച പോരല്ലോ പ്രസിഡന്റ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കൂടി അനുനയിപ്പിക്കണ്ടേ? ഈ മാണി വിഭാഗത്തെ അതിന്റെ മോഡസ് ഓപ്പറേഷൻ ഒന്നും ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ആവശ്യം വന്നാൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അത് കയ്യിലുണ്ട്, ആ പ്ലാൻ കയ്യിലുണ്ട്. ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് അത് ആലോചിക്കാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പദ്ധതി വേണമല്ലോ. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടല്ല. പ്രഖ്യാപിക്കേണ്ട പദ്ധതികളൊന്നും രാഷ്ട്രീയത്തിലൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ദ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ശരി, കാര്യങ്ങളുടെ പുരോഗതി അനുസരിച്ച് ആലോചിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 10 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ്. സീറ്റ് ചർച്ച നടത്തിയിട്ടേ ഇല്ല, തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, തൊടുപുഴയിലും അതുപോലെ തന്നെ കടുത്തുരുത്തിയിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതിനകത്ത് കോൺഗ്രസ് ഒരു നിർദ്ദേശം വെച്ചു എന്നാണ് അറിയുന്നത്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിശ്ചയിക്കാവൂ, അതല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന്. അങ്ങനെ അതൊരു പൊതു കാര്യമാണ്, പൊതു നയമാണ്. എല്ലാവരും അംഗീകരിക്കേണ്ടതും അംഗീകരിക്കാൻ കഴിയുന്നതുമായൊരു പൊതു നയമാണ്. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും വിജയസാധ്യത പ്രധാന ഘടകമാണ് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയം അത് കോൺഗ്രസിനും ആപ്ലിക്കബിളാണ്. അതെ, അവിടെ ഞാൻ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പറഞ്ഞു. ഈ സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 10 സീറ്റ് എന്ന ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചതായിട്ട് അറിയില്ല. അല്ല, അങ്ങനെ ഉണ്ടായല്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ 10 സീറ്റ് മത്സരിച്ച കേരള കോൺഗ്രസ് ഞങ്ങൾക്ക് സീറ്റ് കുറച്ച് തരാൻ എന്തായാലും പറയില്ല. ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്യും. അത്തരം കാര്യങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ ചർച്ച ചെയ്ത് വളരെ നല്ല യോജിച്ച തീരുമാനത്തിലേക്ക് എത്താൻ ഒരു തടസ്സമില്ല. അതേപോലെ തന്നെയല്ലേ പ്രസിഡന്റ് ഈ മുസ്ലിം ലീഗിന്റെ കാര്യത്തിലും ഇപ്പൊ ലീഗും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പമുണ്ട്. മുസ്ലിം ലീഗിന്റെയും ഈ സീറ്റ് സംബന്ധിച്ച ആശങ്ക പരിഹരിക്കുമോ? നിങ്ങൾ ആരും വിചാരിച്ചാലും ഒരാശയക്കുഴപ്പമില്ല. ഇല്ല, ഒരാശയക്കുഴപ്പമില്ല. അല്ല, ലീഗിന്റെ കാര്യത്തിൽ കഴിഞ്ഞ അവിടത്തെ പോലെ തന്നെ 25 ആണോ അതോ? അതൊന്നും എണ്ണത്തിലൊന്നും തീരുമാനിച്ചില്ല, വണ്ണത്തിലാണ്. കൂടുതൽ MLA നിയമസഭയിലുണ്ടാവും. കോൺഗ്രസിനുണ്ടാവും, മുസ്ലിം ലീഗിനുണ്ടാവും, കേരള കോൺഗ്രസിനുണ്ടാവും, RSPക്ക് ഉണ്ടാവും. ശരി, ഈ അടുത്ത കാലത്തെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു വാർത്തയായി വന്നതാണ് വലിയ വിസ്മയങ്ങൾ കേരളം കാണാൻ പോകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും കക്ഷികൾ വന്ന് UDF വിപുലീകരിക്കുന്നതും വലിയ നീക്കുപോക്കുകളുമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു ഒരു ഐഷ പോറ്റിയെ കൊണ്ടുവന്നെടുത്ത് കഴിഞ്ഞ വിസ്മയം. ഈ വിസ്മയം എന്ന ഒരു പദപ്രയോഗം അതൊരു അബദ്ധമായി പോയോ? ഒരിക്കലും അല്ല, അബദ്ധമല്ല, വിസ്മയം തന്നെയല്ലേ. ഐഷ പോറ്റിയെ പോലെ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവ്, അവർ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് CPM വിട്ട് കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ പരസ്യമായിട്ട് വന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് രാഷ്ട്രീയത്തിലൊരു വിസ്മയമല്ലേ?
പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യാഥാർത്ഥ്യമായല്ലോ. അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയത്തിന്റെ ഒരു അടരാണ് നമ്മൾ അതിന്റെ കണ്ടത്. തുടക്കമാണ്, ഇനിയും തുടർച്ചയുണ്ടാവും. അത് കേരള കോൺഗ്രസ് എമ്മിന്റെ വരവായിരിക്കുമോ? പലതുമുണ്ട്. പക്ഷെ പ്രസിഡന്റ് പറഞ്ഞു ഒന്നും തീരുമാനിച്ചിട്ടില്ല, ആലോചനയിൽ പോലും ഇല്ല ചർച്ച എന്ന്. നടക്കല്ലേ. ചിലതൊന്നും പ്രഖ്യാപിക്കാനായിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. നീക്കങ്ങൾ ഈ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഇപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, ജോസഫ് വിഭാഗം പോട്ടെ, അതല്ലെങ്കിൽ മാണി സി കാപ്പൻ പോട്ടെ, പക്ഷെ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം ശക്തമായി മാണി ഗ്രൂപ്പ് ഇനിയിപ്പോൾ നമ്മുടെ കൂടെ വേണ്ട എന്ന നിലപാടുള്ളവരുണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടോ? അതിനകത്തൊരു അഭിപ്രായ ഭിന്നതയുണ്ടോ? വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? രണ്ടഭിപ്രായമുള്ളവരുണ്ടാകും ഒരു പാർട്ടിയിൽ. കോൺഗ്രസിനെ പോലൊരു ജനാധിപത്യ പാർട്ടിയിൽ രണ്ടഭിപ്രായമുള്ളവരുണ്ടാകാം. പക്ഷേ ഒരു തീരുമാനം നേതൃത്വം ആലോചിച്ചെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്. ആ തീരുമാനം എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ബാധകമാണ്. എല്ലാവരും അതനുസരിക്കും, അംഗീകരിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഈ കോൺഗ്രസിന് ഇത്തവണ അല്ലെങ്കിൽ UDF ഇത്തവണ തിരിച്ചടിയായിരിക്കും എന്നൊക്കെയുള്ള ചില സൂചനകൾ കനകൂലു ഗ്രൂപ്പൊക്കെ തന്നിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞങ്ങൾക്കൊന്നും ആരും തന്നിട്ടില്ല. ഏത് കാര്യമാണ് ഞങ്ങൾക്ക് തിരിച്ചടിയാകേണ്ടത്? ഒരു കാര്യവും തിരിച്ചടിയാകേണ്ടതില്ല. ഞങ്ങൾക്കതിലൊരു പങ്കുമില്ല എന്നത് പകൽ പോലെ വ്യക്തമല്ലേ? ഞങ്ങൾ അധികാരത്തിലുള്ള പാർട്ടിയാണോ? ഞങ്ങൾ ദേവസ്വം ബോർഡിലുണ്ടോ? ദേവസ്വം വകുപ്പിലുണ്ടോ? കേരളത്തിലോ കേന്ദ്രത്തിലോ ഭരണത്തിലുണ്ടോ? ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമോ? അല്ല, ഇപ്പൊ ഈ വാജിവാഹനം കൈമാറുന്നില്ലേ, അജയ് തറയലിന്റെ ചിത്രം വെച്ചിട്ടൊരു ചിത്രം പുറത്തു വരുന്നുണ്ട്. ചിത്രം കൊണ്ട് കാര്യമില്ലല്ലോ. കോടതി പറഞ്ഞത് എന്താണ്? 2019 മുതൽ 25 വരെ, ഇപ്പോഴത്തെ പ്രസന്റ് ഗവൺമെന്റ് ഉള്ള കാലഘട്ടം 25 വരെ ഹൈക്കോടതി ഇടപെടുന്നത് വരെ നടന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് കോടതി എണ്ണി പറഞ്ഞത്. അതാണ് SIT അന്വേഷിച്ച് അതിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളവിടെ എവിടെ നിൽക്കുന്നു? ഞങ്ങൾ വെറും സാക്ഷികളോ കാണികളോ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.